പ്രിയ സഖി ഒരു നല്ല അവളെ നീ സൂക്ഷിക്കണം. ഭഗവാന്, അടിയന്റെ ഭാര്യാസ്ഥാനം അലങ്കരിക്കുന്ന ആ താടകയുടെ മർദ്ദന പരിപാടിയിൽ നിന്നും ഇന്നെങ്കിലും അടിയനെ രക്ഷിക്കണമേ ഗുരുവായൂരപ്പ. മീൻകാരി ജാനകിയും പാൽക്കാരി അമ്മണിയും ഇന്നും കൃത്യസമയത്ത് തന്നെ ദർശനം തരണമേ ഭഗവാനെ. അമ്മൻകുട്ടി, രായപ്പനും രാജമ്മയും വിവാഹിതരായി. പാൽക്കാട് ശോശാമ്മയുടെ സ്വപ്നങ്ങൾ പോവണി. പുതിയ പൂങ്കിനാവ് വന്നിട്ടുണ്ട്. അതിന്റെ ക്ലൈമാക്സ് തുടങ്ങാണ് കേട്ടാ അടുത്ത ആഴ്ച. വായിക്കണം കേട്ടാ, അത് വായിക്കണം. നിർബന്ധമായിട്ട് വായിച്ചിട്ടും കോപ്പി കിട്ടത്തില്ല. എവിടെ നോക്കിയാണ് സൈക്കിൾ ഓട്ടുന്നത്? ഏത്തേക്കാണോ വണ്ടി കയറ്റണത്? എന്ത് ചെയ്യാന്ന് ചേച്ചി, ബ്രേക്ക് പോയി, കൺട്രോൾ പോയി. അയ്യോ, ചേച്ചിയുടെ പിന്നിലിടിച്ചപ്പോ കാറ്റ് പോയി. അപ്പൊ മുന്നിലിടിച്ച എന്തായിരിക്കും സ്ഥിതി? അയ്യോ, ചുമ്മാതാണ്. ഞങ്ങൾ വനിതയുടെ കാര്യം പറയാറുതേ. വൈകുന്നേരം കാണണം കേട്ടാ. ആ അയ്യോ, അയ്യോ. പാല് വന്നില്ല, പാല് വന്നില്ല. ഓ, എന്താണപ്പെട്ട പാല് വരാൻ ഇത്ര താമസം? ഒറ്റ വേണ്ടല്ലേ പുഷ്കര, നിങ്ങളെ പോലുള്ള ഓരോരുത്തർക്കും കൊടുത്തു കൊടുത്തല്ലേ വരുന്നത്. നല്ല മണം. കാർത്തിക ചേച്ചിയുടെ അയ്യപ്പം എന്താ ഒന്ന് തരട്ടെ? എന്നാ കാലത്ത് തന്നെ ഊസിന് നട്ടാൻ നടക്കും. ഞാനേ കാർത്തിക ചേച്ചി ഒന്ന് കണ്ടിട്ട് വരാം. ചെല്ലി ചെല്ലി. ചേച്ചി, ഞങ്ങളുടെ കാര്യം. എന്ത് കാര്യം? ഞങ്ങളുടെ പാർട്ടിയുടെ വനിതാഭാഗത്ത് നേതൃത്വം ചേച്ചിയെ കിട്ടിയാൽ ഞങ്ങൾ ഒരു കളി കളിക്കും. നീ ഒന്ന് പോ പുഷ്കര, നിന്റെ ഒരു പാർട്ടി. പോയി വേറെ വല്ല പണി നോക്ക്. ചേച്ചി അങ്ങനെ പറയരുത്. ചേച്ചിയെ പോലുള്ള ഉസിരുള്ള പെണ്ണുങ്ങളാണ് ഞങ്ങളുടെ ആവേശം. അല്ല, ഞങ്ങൾക്കൊന്ന് പിടിച്ചു നിൽക്കാൻ. പുഷ്കര, നിനക്കൊക്കെ പിടിക്കാനും ഭരിക്കാനും വേറെ ആളെ നോക്ക്. അയ്യോ ചേച്ചി, ആർത്തത്തിനല്ല. പിന്നെ ഇതൊന്ന് കുറച്ച് ഇടിച്ചതാ. തടിയൊന്നല്ല കേട്ടെ. ചേച്ചി കഴി പിന്നെ ആർക്കിടിക്കാനാ? അത് ഇത് ഇങ്ങനെ ഇട്ട് ഇളക്കണം കേട്ടോ. ഇരുവിടെ അവിടെ. എന്റെ പൊന്നെ, മനുഷ്യനെ ഇങ്ങനെ തീ തീറ്റിക്കരുത്. രാവിലെ മുതൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. ഇപ്പൊ വരും, ഇപ്പൊ വരും, ഇപ്പൊ വരും. ഇപ്പഴാ സമാധാനമായത്. ചേച്ചി, ചെല്ലി ചെല്ലി, അവിടെ ഉണ്ട്. അവിടെ ഇല്ല. മത്സ്യകന്യകെ ഒന്ന് കാണണം. മോളെ, പാല് ഇത്ര ലേറ്റ് ആകരുത്. അകത്തേക്ക് വെക്ക്. ഇപ്പഴാ പാല് വന്നേ. നീ അപ്പടി മണ്ണാണല്ലോടി. എന്ത് പറയുന്ന എന്റെ ചേച്ചി? ആ പത്രക്കാരൻ ചെക്കൻ സൈക്കിൾ ദേഹത്ത് കൊണ്ട് കയറ്റിയതല്ലേ? സൈക്കിൾ കയറിയിട്ട് ഈ ശരീരത്തിൽ ഒരു ചെളുപ്പം കാണില്ല. ഞാനൊന്ന് എണ്ണേറ്റ് തന്നാലോ?
വെറുതെ നീ ചന്തയിൽ പോയിട്ട് വരുമ്പോ ഇതിലേ വരുവോ? ഞാൻ നല്ല ചൂടുള്ള ദോശയും മുളക് ചമ്മന്തിയും ഉണ്ടാക്കിത്തരാം. മരുതേ, എപ്പോഴും എന്തിനാ ഇങ്ങനെ കാട്ടിപ്പോയി കിടക്കണേ? നാട്ടില് വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ? ഈ കാട്ടിൽ പോയാലേ ആര് തരും? എവിടെ കിടന്നുറങ്ങും? ഞാൻ വല്ല പാറയിലും കിടന്നുറങ്ങും. അയ്യോ, അപ്പൊ വല്ല പുലിയോ മറ്റോ വന്നാലോ? പുലി വന്നാ ഞങ്ങൾ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങും. പേടായി അടിക്കാതെ. മരുതേ, നിന്റെ ഏട്ടൻ ഇപ്പൊ എവിടെയാ? ഏട്ടനും ചത്തു. ഒരു പെണ്ണ് എത്ര കാലമായി ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുക? ഇവിടെ ചിലപ്പോ വല്ല വഴിപോക്കരും കിടക്കാൻ വരും. വന്നാ ഞാൻ കിടന്നോളാനും പറയും. അതിന് ഈ നാരികൾക്കാ കണ്ണുകടി. ആളുകൾ പറയണത് എനിക്ക് ചായക്കട കൂടാതെ വേറെ ഏതാണ്ടോ. വേണ്ട വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. മരുതേ, നിനക്കെന്നെ ഇഷ്ടാണോ? പെരുത്ത് ഇഷ്ടാണോ? ദോശയേക്കാൾ ഇഷ്ടാണോ? മുളക് ചമ്മന്തിയേക്കാൾ? എരുമപ്പാലൊഴിച്ച കുറുകുറേ ഇരിക്കുന്ന ചായയേക്കാൾ? മരുതേ, ഞാനൊരു വിഷയം പറഞ്ഞ നീ കേക്കൂ? എനിക്ക് കുളി തെറ്റിയിട്ട് 2 മാസായി. എന്റെ കുട്ടിക്ക് തന്ത ആരാന്ന് ചോദിച്ച ഞാൻ എന്റെ മരുതാണെന്ന് പറയട്ടെ? ഞാൻ നിന്റെ കെട്ടിയോളായി കഴിഞ്ഞോളാം. നമുക്കിവിടെ സുഖമായി കഴിയാം. നിറയെ ദോശയും തിന്നാം. ഞാൻ നിന്റെ കൂടെ അന്തി ഉറങ്ങാം.